പ്രശസ്ത സിനിമാ നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഈ പുഴയും കടന്ന് എന്ന സിനിമയിലെ രഘുവും ഒരു മറവത്തൂർ കനവിലെ ഡ്രൈവർ തങ്കപ്പനും ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ തീയമ്മയും മേഘനാഥന്റെ കരിയറിലെ മികച്ച കഥാപാത്രങ്ങളായിരുന്നു. വില്ലനായെത്തി ഒടുവിൽ കരയിപ്പിച്ച മേഘനാഥൻ നടൻ ബാലൻ കെ നായരുടെ മകനാണ്. സംസ്കാരം ഷൊർണൂരിലെ വീട്ടിൽ വെച്ച് നടന്നു. വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന അതുല്യ കലാപ്രതിഭയായിരുന്നു മേഘനാഥൻ. 1983 ആരംഭം കുറിച്ച അഭിനയകലയിലൂടെ 50-ലധികം സിനിമകളാണ് മേഘനാഥൻ അഭിനയിച്ചത്. 1983 പുറത്തിറങ്ങിയ അസ്ത്രമാണ് ആദ്യ ചിത്രം. സിനിമയ്ക്ക് പുറമെ സീരിയലുകളിലും മേഘനാഥൻ പ്രതിഭ തെളിയിച്ചു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് പുലർച്ചെ 2 മണിക്കാണ് അന്ത്യം സംഭവിച്ചത്. പിതാവ് ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപത്താണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കുന്നത്. നടൻ ബാലൻ കെ നായരുടെ മകനാണ്. പഞ്ചാഗ്നി, ചമയം, രാജധാനി, ഭൂമിഗീതം, ചെങ്കോൽ, മലപ്പുറം ഹാജി, മഹാനായ ജോജി, പ്രായ്ക്കര പാപ്പൻ, ഉദ്യാനപാലകൻ, ഈ പുഴയും കടന്ന്, ഉല്ലാസ പൂങ്കാറ്റ്, രാഷ്ട്രം, കുടമാറ്റം, വാസന്തിയും ലക്ഷ്മിയും, പിന്നെ ഞാനും, വാസ്തവം, ആക്ഷൻ ഹീറോ ബിജു എന്നിവയാണ് പ്രധാന ചിത്രങ്ങൾ. സുസ്മിതയാണ് ഭാര്യ. പാർവതി ഏക മകളാണ്. ഷൊർണൂരിലെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കായ STVയുടെ ഡയറക്ടർ കൂടിയായിരുന്നു മേഘനാഥൻ. NCV ന്യൂസ്, തൃത്താല.